ഇപ്പൊ നമ്മള് സ്ഥിരമായിട്ട് കാണുന്ന ഒരു കാര്യമുണ്ട്. കല്യാണം കഴിച്ചു 20 വർഷം 30 വർഷമൊക്കെ നന്നായിട്ട് ജീവിച്ച ആൾക്കാരുണ്ടല്ലോ, പെട്ടെന്ന് ഡിവോഴ്സ് ആവണത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മൾ നോക്കുമ്പോൾ നല്ല സാഹചര്യങ്ങള്, ഒന്നിനും ഒരു കുറവുമില്ല, പുറത്തൊന്ന് നോക്കിയാൽ ഭയങ്കര അടിപൊളി ലൈഫ്. എന്തായിരിക്കും കാര്യം? അപ്പൊ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല്, കല്യാണം കഴിച്ചു എല്ലാ കാര്യങ്ങളും നന്നായി പോകുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മള് ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയണം എന്ന് നിർബന്ധമില്ല. നമ്മൾ ചിന്തിക്കും ഇവളെ എനിക്ക് പൂർണ്ണമായിട്ട് അറിയാം, അല്ലെങ്കിൽ അവൻ എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറഞ്ഞിട്ട് റുട്ടീനായിട്ട് നമ്മൾ പോകുമ്പോഴത്തേക്ക് ഒരേ വീട്, ഒരേ റെസ്പോൺസിബിലിറ്റി, എല്ലാം ഒന്നുപോലെയാണ്. ഇരിക്കുന്ന സ്ഥലം ഒന്ന്, സംസാരിക്കുന്ന ടോക്ക് ഒരുപോലെ. അപ്പൊ ഇങ്ങനെ നമ്മളൊരു റുട്ടീൻ പോലെ നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴുള്ള പ്രശ്നം എന്താണെന്നറിയാമോ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്കൊരു ക്യൂരിയോസിറ്റി ഒന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ ലൈഫിൽ അവനവന്റെ കാര്യങ്ങൾ ഓരോ ദിവസവും നമ്മൾക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു മനുഷ്യനെ അറിയാനും അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു ക്യൂരിയോസിറ്റി നിലനിർത്താനൊക്കെ ശ്രമിക്കുമ്പോഴാണ് ജീവിതത്തിൽ ഒരു ഇമോഷണൽ കണക്ഷൻ വരുന്നത്. അപ്പൊ ഇതില്ലെങ്കിൽ ലൈഫ് ഫെയ്ഡ് ആവും. രണ്ടാമത്തെ കാര്യം എന്താണ്? ഇമോഷണലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കണം, എടാ നിനക്ക് എങ്ങനെയുണ്ടാ? പൈസ ആകുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ പ്രത്യേകത അതാണ്. നമ്മള് അവരുടെ മുഖം ഒന്ന് വാടിയിരുന്ന നമ്മൾ അന്വേഷിക്കില്ല. അപ്പൊ പൈസയെക്കാളും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ ഒരു ചെക്ക് ഇൻ. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒരു നമ്മൾക്ക് ചിലപ്പോ ഹോർമോൺ, ഇപ്പൊ വയസ്സാവണ സമയമാകുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത്. കാര്യം ആദ്യത്തെ ഒരു 20 വർഷം 25 വർഷം പിള്ളേർക്ക് വേണ്ടി ഓടുമ്പോ അത്ര വലിയതായിട്ട് നമ്മൾ അറിയില്ല. പക്ഷെ പിള്ളേര് പഠിച്ചു അവരെല്ലാം കല്യാണം കഴിച്ചു പോയി ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയമാകുമ്പോ നമ്മള് ശ്രദ്ധിക്കണില്ല എന്ന് കാണുമ്പോഴത്തേക്കും ആ ഒരു ഇന്റിമസി അങ്ങ് ബ്രേക്ക് ആവുക ചെയ്യണേ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ വിചാരിക്കും കല്യാണം കഴിച്ച് സുഖമായി കംഫർട്ടബിൾ ആണ്, എല്ലാം നന്നായിട്ട് പൊക്കോളും, ആ ഒരു എഗ്രിമെന്റ് ഉണ്ടല്ലോ. അങ്ങനെ ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല. കാര്യം എന്താണ്? സ്നേഹം നിലനിർത്തണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അതിന് എഫേർട്ട് വേണം, അത് മെയിൻറ്റെയിൻ ചെയ്യണം. അല്ലാതെ ഒരു കല്യാണോ ചുമ്മാ എഗ്രിമെന്റിൽ നിലനിൽക്കില്ല. അപ്പൊ നല്ല എഫേർട്ട് ഇട്ട് നല്ല രീതിയിൽ ഇന്റിമസി കീപ്പപ്പ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കാളികൾ തമ്മിൽ പോയാൽ മാത്രമേ ഒരു ലോങ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പ് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അല്ലാതെ കല്യാണം കഴിച്ചു എല്ലാം റെഡിയായി എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അവനവനെ മനസ്സിലാക്കി സപ്പോർട്ട് ചെയ്ത് ഒരു താങ്ങായിട്ട് മാറുമ്പോഴാണ് ആ ബന്ധത്തിന് മധുരം ഉണ്ടാവുന്നത്. അപ്പൊ അൺകണ്ടീഷണൽ സ്നേഹം കൊടുക്കാൻ, അവരെ സപ്പോർട്ട് ചെയ്യാൻ, അവരെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് സെർവ് ചെയ്യാൻ നോക്കുമ്പോൾ ആ ഒരു കല്യാണം എന്ന് പറയുന്നത് ദീർഘകാലം നിലനിർത്താൻ പറ്റും.